ഞാനല്ല ഉണ്ടാക്കിയത്, ഭാര്യയാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇപ്പോൾ കൊറോണക്കാലമൊക്കെ ആയതുകൊണ്ട്, ലോക്ക്ഡൗണും ഒക്കെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ട്രാവൽ വീഡിയോസോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. കുറേ ദൂര സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഇന്ന് ബിനിച്ചാൻ ഡ്യൂട്ടിയാണ്. അപ്പം അമ്മു ക്യാമറ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. മമ്മിയാണ് അസിസ്റ്റൻ്റ് അല്ല, മമ്മിയാണ് മെയിൻ ആൾ, ഞാൻ അസിസ്റ്റൻ്റാണ്. അപ്പം നമ്മുടെ ബിനിജാനും പപ്പായും ജിജോയും അവരെല്ലാം കഴിക്കുന്ന സമയത്തേ വരത്തുള്ളൂ. അപ്പം ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത്. നീ എന്നാ കുക്ക് ചെയ്യുന്നത് ബട്ടർ ചിക്കൻ. അപ്പോൾ അതിന് കൂടെ കഴിക്കാനായിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഇതായതുകൊണ്ട് അവരൊക്കെ നാനും ഒക്കെ വയ്ക്കും. നമ്മളപ്പോൾ എന്നിട്ട് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഉണ്ടാക്കാം. കൂടാവോ? സഹായിക്കാം. മമ്മി ഈയിടെ എന്നെ ഒരു പല പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പം മമ്മി എന്നോട് ചോദിച്ചു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്ന്. അപ്പം എന്നാ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ UK ലായിരുന്ന സമയത്ത് മമ്മി ഒത്തിരി കുക്കറി ഷോ ഒക്കെ കാണുമായിരുന്നു. അപ്പോൾ ഈ കുക്കറി ഷോ എല്ലാം കണ്ടിട്ട് എന്നാ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഉള്ള റെസിപ്പീസ് എല്ലാം പുള്ളിക്കാരി പേപ്പറിൽ എഴുതി വെക്കും. അപ്പോൾ തിരിച്ച് നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബുക്ക് പോലെ ഉണ്ടായിരുന്ന സംഭവം. അപ്പോൾ ഞാൻ ചോദിച്ചു, മമ്മി ഇത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് പപ്പായ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അന്നേരം പപ്പ മേടിച്ച് തന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പപ്പ മേടിച്ച് കൊടുക്കാത്തതാണോ മമ്മി ഉണ്ടാക്കാത്തതാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരി അതിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്നോട് ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ബട്ടർ ചിക്കൻ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ വാങ്ങോണ്ട് പറയാമല്ലേ പേപ്പർ എഴുതിക്കൊടുത്ത മമ്മി അത് കാറ്റത്ത് വറുത്തി കളയത്തേ ഉള്ളൂ. അപ്പം മമ്മിയെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മമ്മിയാണ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം മമ്മി ഒന്നോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്താണ് പഠിക്കുന്നത്, അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെച്ചാലോ പഠിക്കത്തില്ല. അതുകൊണ്ട് മമ്മിയെ കൊണ്ട് ഒന്ന് ചെയ്യിക്കാമെന്ന് ഓർത്തു. ചെയ്യാൻ റെഡിയാണോ? പിന്നെ പക്ഷേ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സവോള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞേക്കുക. അപ്പം വലുതായിട്ട് അരിവാണെങ്കിൽ നമ്മൾ അവസാനം മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം, അത് വേണ്ട. അപ്പോൾ നമ്മൾ ചെറിയ സ്ലൈസായിട്ട് എടുത്തേക്കുവാണ്. അതുപോലെ ടൊമാറ്റോ ഒരു 3 എണ്ണം അരിഞ്ഞിട്ടുണ്ട്. ഇത് 3 സവോളയും 3 ടൊമാറ്റോ എടുത്തേക്കുന്നത്. പിന്നെ ഇത് കാഷ്യൂനട്ടാണ്, കാഷ്യൂനട്ട് പേസ്റ്റ് പോലെ അരിച്ചെടുത്തേക്കുവാണ്. പിന്നെ ഇത് മല്ലിയിലയാണ്. പിന്നെ ഇത് കസ്തൂരിമേട്ടിയാണ് മെയിനായിട്ട് അതിന് വേണ്ട സാധനമാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക്കും പേസ്റ്റ് ആക്കിയേക്കുന്നതാണ്. പിന്നെ ഇത് എരിവുള്ള മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി. പിന്നെ കുരുമുളക് പൊടി അത് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ എടുക്കാം, വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കേണ്ട. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പം ഇച്ചിരി ചേർക്കാറുണ്ട്. പിന്നെ ഇത് മസാലപ്പൊടിയാണ്. പിന്നെ ജീരകപ്പൊടിയുണ്ട്, ജീരകപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം. പക്ഷേ ജീരകത്തിന് ഒരു ചിലർക്ക് അതിൻ്റെ ഒന്നും ഇഷ്ടപ്പെടുകയില്ല, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ഇതായതുകൊണ്ട് എല്ലാവർക്കും ജീരകം ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്നവർക്ക് ജീരകം. പിന്നെ ഓൾറെഡി ഇത് ഈ സവോള ഇടുന്നതുകൊണ്ട് ചെറിയൊരു മധുരം കാണും. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഷുഗറും കൂടെ അവസാനം ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഓയിൽ വേണം. പിന്നെ വേണ്ടത് ക്രീമാണ്. പിന്നെ ഉപ്പ്. പിന്നെ വേണ്ടത് മാരിനേറ്റ് ചെയ്ത് ചിക്കനാണ് വേണ്ടത്, കാണിച്ചു തരാം. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കന് നമ്മൾ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു ഇച്ചിരി, എരിവില്ലാത്ത മുളക് പൊടി ഇച്ചിരി കൂടുതലൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്ത്. അപ്പം നമ്മൾ ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു പാൻ വെക്കുക. പാൻ വെച്ച് അത് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ഒത്തിരി ഒഴിക്കുന്നില്ല, തീരെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. അപ്പം എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് ചൂടാകുക, എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് തീരെ സ്ലൈസായിട്ട് അരിഞ്ഞ് നമ്മൾ സവോള വഴറ്റുന്നു. കേൾക്കണമെന്ന് പറഞ്ഞിട്ട് പുറകെ വന്ന് അങ്ങനെ കേൾക്കുന്നു, ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പം അങ്ങനെ അത് വഴറ്റുന്നു. അത് വഴറ്റുമ്പോൾ നമ്മളതിനകത്ത് ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. കാരണം വെച്ചാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സവോള വഴന്ന് വരാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ട് ഇങ്ങനെ സവോള വഴറ്റുന്നു. സവോള ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകണ്ട, ഒരു ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തക്കാളി തീരെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി അതിനകത്തോട്ടിട്ട് വഴറ്റുന്നു. അപ്പോൾ തക്കാളി വഴറ്റുന്നു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വഴണ്ട, ഏകദേശം ഒരുമാതിരി വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കാഷ്യൂനട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൈ ആയിട്ട് വന്നേക്കുന്ന കാഷ്യൂനട്ട് പാക്കറ്റ് വരുന്നേക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതാണ്. അതുകൂടെ അതിനകത്ത് മിക്സ് ചെയ്യുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കസ്തൂരിമേട്ടി എന്ന് പറയുന്നത് ഉലുവായില. അപ്പോൾ അത് നല്ലൊരു മണമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ട് ഈ ബട്ടർ ചിക്കൻ്റെ ഇതെന്ന് പറയുന്നത്. മെയിനായിട്ടൊക്കെ അതിൻ്റെ ടേസ്റ്റാണ്, അതിൻ്റെ ആ സ്മെല്ലൊക്കെ വരുന്നത്. അപ്പം കസ്തൂരിമേട്ടി നമ്മൾ അതിനകത്ത് ഇടുന്നു. കസ്തൂരിമേട്ടി ഇട്ട് അത് വഴറ്റുന്നു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുളക് പൊടി, നമ്മളിപ്പോൾ ഇതിനായതുകൊണ്ട് ബട്ടർ ചിക്കൻ ഒരുപാട് എരിവ് കാണത്തില്ല, എന്നാൽ ചെറിയൊരു എരിവ് കാണും. അതുകൊണ്ട് നമ്മൾ കുറച്ച് എരിവുള്ള മുളകും
കൂടുതലായിട്ട് എരിവില്ലാത്ത മുളക് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എരിവുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാൻ ഈ ഒന്നിന് മെഷർമെൻറ്റ് കാണിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കറി ഷോ ആയിട്ടല്ല ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ഉപ്പും അങ്ങനെ കാര്യങ്ങളെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എരിവുള്ള മുളകും കൂടുതൽ കാശ്മീരി ചില്ലി മുളകുമാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ചിലരൊക്കെ ഇടുന്ന കാണാം, ചിലരുടെ അടുത്തല്ല. പക്ഷേ ഞാൻ ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഒരിച്ചിരി ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ വഴറ്റി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ ഒരിച്ചിര അതൊരു കുഞ്ഞു സ്പൂൺ പോലും ഇടത്തില്ല. ഒരിച്ചിരി അത് എല്ലാവർക്കും ഒന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. കാരണം വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ അവരിങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എനിവേ ഞാൻ ഒരു ഇച്ചിരി അതുകൂടി ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അത് വഴറ്റിയിട്ട് നമ്മളവിടെ ഓഫ് ചെയ്ത് വെക്കുന്നു. അത് അടച്ചു വെക്കുക. കാരണം ഇതിൻ്റെ മണം എല്ലാം കൂടെ അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ മാറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് വേറൊന്നും ഒത്തിരി ചേർക്കുന്നില്ല. ഈ ചെറുതായിട്ട് നമ്മൾ മുളക് പൊടിയും ചെറുതായിട്ടൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരിച്ചിരി ഉപ്പും മാത്രം ചേർത്ത് നമ്മൾ അരമണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നു. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ആ ഫ്രൈ ചെയ്ത സാധനം നമ്മൾ ഈ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ടിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി അത് ഫ്രൈ ആയപ്പോഴത്തേക്ക് ഓൾറെഡി ഒരുമാതിരി വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒത്തിരി അടച്ചു വെക്കണ്ട. ഒരു 5-10 മിനിറ്റ് നേരം കൂടെ, 10 മിനിറ്റാണ് മാക്സിമം ഞാൻ വെക്കാറുള്ളത്. അത് അടച്ച് തീ കുറച്ച് വെക്കുക. അപ്പം അത് നന്നായിട്ട് അത് പിടിക്കും. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്നെ എടുക്കുന്നത് വെച്ചാൽ അതിനകത്ത് ക്രീം ഉണ്ട്. ആ ക്രീം മിക്സ് ചെയ്യുന്നു. അപ്പം ക്രീം മിക്സ് ചെയ്ത് നമുക്ക് ആ വേണ്ടതനുസരിച്ച് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം. കാരണം ഓൾറെഡി നമ്മൾ ഈ ഇതെല്ലാം കൂടെ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു മധുരം കാണും. പിന്നെ മധുരം ഒരിച്ചിരി ബട്ടർ ചിക്കൻ ഒരിച്ചിരി മധുരം ഉള്ളതുകൊണ്ട് മധുരം വേണ്ടവർ ഒരിച്ചിരി പഞ്ചസാര, കുഞ്ഞു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം വേണമെങ്കിൽ. പിന്നെ ഉപ്പ് വേണ്ടവർ ഉപ്പ് അതിൻ്റെ ഇതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. മമ്മി ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ട് മമ്മിയുടെ എക്സ്പീരിയൻസ് പഠിച്ചോ ഇല്ലയോ? ഏകദേശം. ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? നാളെ ചെല്ലുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമോ? ഞങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കി തരുമോ? അതറിയണ്ടേ? ഉണ്ടാക്കി തരുമെന്ന് പറയുന്നു. അത് വിശ്വസിക്കാം. നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്നത് എന്നാ വെച്ചാൽ ബട്ടർ ചിക്കന് കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്. അത് നമ്മൾ അത് അരിയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് കാര്യം തീരും. എല്ലാം അരിഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പം ഇനി അതൊന്ന് പരിചയപ്പെടുത്താം. സോ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് ക്യാരറ്റ്. നമ്മൾ ഈ അരിഞ്ഞ് വെക്കുന്നതെല്ലാം ഒരേ ടൈപ്പിൽ അരിഞ്ഞ് വെക്കണം. ഒന്നുമില്ല നീളത്തിൽ അരിയുവാണ് നീളത്തിൽ അരിയണം, അല്ലെങ്കിൽ ചെറുതായിട്ടാണ് അങ്ങനെ അരിയണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. യെല്ലോ ക്യാപ്സിക്കം ഉണ്ട്, റെഡ് ക്യാപ്സിക്കം ഉണ്ട്. അത് രണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ, പിള്ളേർക്ക് പൈനാപ്പിൾ ഇഷ്ടമാണ്. പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിനായില എല്ലാവരും ഒന്നും ഇടത്തില്ല ഇതിനകത്ത്. പക്ഷേ ഞാൻ ഒരു ഇച്ചിരി ഇടും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഇതാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് സാധാരണ നമ്മൾ കഴിക്കുന്നതിനകത്തൊന്നും പുതിന കാണാറില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിനകത്ത് പുതിന ഇല ഇച്ചിരി ഇടാറുണ്ട്. പിന്നെ മല്ലിയിലയുണ്ട്. പിന്നെ അവസാനം നമ്മൾ തീരെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയുണ്ട്. അവസാനം അത് വൈറ്റ് അതിന് മേലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇച്ചിരി ഇടുന്ന സ്പൈസസ് എല്ലാം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്ക ഉണ്ട്, പിന്നെ കറുവാപ്പട്ടയുണ്ട്, പിന്നെ ഗ്രാമ്പുണ്ട്, പിന്നെ എടുത്ത് വെച്ചേക്കുന്നത് ജാതിപത്രി. ഇത്ര സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചത്. അപ്പം നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട്. അരി എന്ന് പറഞ്ഞാൽ നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ആ കണക്ക് വെച്ചാണ് എടുത്തേക്കുന്നത്. കാരണം നമ്മൾ നാട്ടിലെ ഇതാണെങ്കിൽ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ UK വെച്ച് ഇവിടെ വെച്ചൊക്കെ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് അതിങ്ങനെ പിന്നെ ഇച്ചിരി കുഴഞ്ഞു പോകുന്നത് തോന്നി. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് സജു സാർ വീട്ടിൽ വന്നപ്പം പുള്ളി ഇങ്ങനെ സജഷൻ പറഞ്ഞു, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ നല്ല ഇതായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം അതിന് വെള്ളവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്ത് അരി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ വെള്ളം വെച്ചതിനകത്തോടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നു. നമുക്കത് കഴിഞ്ഞ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്നു. അതിനും ഞാനിപ്പോൾ പറഞ്ഞ പോലെ കണക്കൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉപ്പ് കൂടുതൽ വേണ്ടവർ ഉപ്പ് കൂടുതലിടുക, ഉപ്പ് കുറച്ച് വേണ്ടവർ കുറച്ചിടുക. എന്നിട്ട് നമ്മൾ ഈ മുമ്പേ പരിചയപ്പെടുത്തിയ ഈ സ്പൈസസ് എല്ലാം കൂടെ അതിനകത്തോട്ട് ഇടുന്നു. പിന്നെ ബേ ലീവ്സ് ഇടുന്നു. മമ്മി എപ്പോഴും ഇങ്ങനെ ചോറൊക്കെ വെക്കുമ്പോൾ മമ്മിയും അമ്മച്ചിയൊക്കെ കണ്ടേക്കുന്ന കാര്യം ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു വിശ്വാസം, അതാണ് ഇന്നത്തെ കാര്യം.
അരി ഇട്ടു. അരി ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് പകുതി ലെമൺ സ്ക്യൂസ് ചെയ്ത് വെച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് മമ്മി അതങ്ങനെ ചെയ്ത്? ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പിന്നെ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അരി മുക്കാൽ വേവായി കഴിയുമ്പോൾ, മുക്കാൽ വേവ് ഫുള്ളല്ല, മുക്കാൽ വേവായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ അതിനകത്തിട്ട് ഇടുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ മൂടി വെക്കുന്നു. കാരണം ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് വഴറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് അത് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്നാ എടുക്കുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ പോയി കാഷ്നട്ടും ഉണക്കമുന്തിരിങ്ങയും ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന ചിക്കനും എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നു. അതും ഇതിനകത്ത് എന്നിട്ട് മിക്സ് ചെയ്യുന്നു. പിന്നെ നമുക്ക് അവസാനം നമ്മുടെ സബോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഇത് ചെയ്യുന്നു. പിന്നെ നമ്മൾ വാനില എസൻസ് ഒരിച്ചിരി മേളിൽ ഒഴിക്കാം. പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പൈനാപ്പിളും അതിനകത്ത് ഇടുന്നുണ്ട്. അതെല്ലാം കൂടി നമ്മളിപ്പം നമ്മളെ വെജിറ്റബിൾ ഇടുന്ന കൂടെ ഇതെല്ലാം കൂടി ഇടുന്നുണ്ട്. പിന്നെ മല്ലിയില അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി മേളിലോട്ട് ഇടുന്നു. അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. ഇത് അരിയുന്നതിന് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പാ കഴിച്ചു നോക്കിയിട്ട് ഞങ്ങളുടെ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ ഞാനല്ല ഉണ്ടാക്കിയത്, ഭാര്യയാണ് ഉണ്ടാക്കിയത്. പപ്പായുടെ ഭാര്യ, സ്വന്തം ഭാര്യ. അതുകൊണ്ട് പഠിപ്പിച്ചു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, എന്നാ അറിയോ? എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ ചെല്ലുമ്പോൾ, ഇവിടെ വെച്ച് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകും, നാട്ടിൽ ചെല്ലുമ്പോൾ ചക്കര പട്ടിണിയാണ്. പപ്പടമൊക്കെ ഒന്ന് പൊടിച്ചേ. ആദ്യം ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഒരു ശാലം കൊടുത്തു. അവൻ ടേസ്റ്റ് നോക്കിയിട്ട് അവൻ പറഞ്ഞാൽ ഞാൻ ഓക്കെയാ. ഇങ്ങോട്ട് അടിച്ചേ. ഞാൻ ഈ നട്ട്സും ഒക്കെ ഒന്ന് കൂട്ടി ചിക്കൻ ഒരു പീസൊക്കെ എടുത്തു. അതിനകത്ത് നട്ട്സും ഉണ്ട്, പപ്പടവും കൂടെ പൊടിച്ച് ശലം ചള്ളാസും കൂടെ കൂട്ടിയിരിക്കട്ടെ. എല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച് നോക്കട്ടെ. ഇപ്പൊ ഭാര്യയെ കൈ കിട്ടാൻ ഒരു ഉമ്മ കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി അടിപൊളി സാധനമല്ലേ, അടിപൊളി സാധനമല്ലേ ഇത്. അത് ശരി, അത് ശരി. ഇത്രയും നാൾ ഇത് നമ്മളെ ബ്രാഞ്ചിച്ച് ഇപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നത്. അത് ശരി, കൊള്ളാം. ഞങ്ങള് ഇങ്ങനെ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഒക്കെ ഉണ്ടാക്കിയത് ഇന്ന് നമ്മുടെ പിള്ളേർ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ വീട്ടുകാർ മാത്രം. അപ്പോൾ ഓർത്ത് എന്നാൽ പിന്നെ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ രണ്ട് കൂട്ടുകാർ, ഒന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് സോനയും, പിന്നെ ഞങ്ങളുടെ ഇംഗ്ലീഷ് ഫ്രണ്ട് ലോറിയുടെ വൈഫും ജെന്നിയും, അവർ രണ്ടുപേരും ഓരോ കേക്കൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പം അതും കാണിക്കാം. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡും ഒക്കെ കഴിച്ച് ഇന്നങ്ങ് ദിവസം കൂടാമെന്ന് ഓർത്തു. അപ്പോൾ പിള്ളേർക്കും അറിയാം, പിള്ളേർക്ക് കുഴപ്പമില്ല, കോവിഡൊക്കെ ആയതുകൊണ്ട് വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യം അവർക്കും അറിയാം, അവർക്കും കുഴപ്പമില്ല. ഒരു സർവകലാ വല്ലഭയാണല്ലോ അമ്മച്ചാ. എങ്ങനെയുണ്ട് കൊട്ട കേക്ക്? അടിപൊളി ഡെക്കറേഷനൊക്കെ ആണല്ലോ. It looks like a place with grass on it, and then it has flower petals, and then more grass and a panda sitting on top of it. കൂട്ടുകാരി സോന ഉണ്ടാക്കി തന്നതാണ്. പുള്ളിക്കാരി ഒത്തിരി എഫേർട്ട് എടുത്ത് നല്ലതായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കേക്കാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പുള്ളിക്കാരുടെ കേക്കൊക്കെ ഇവിടെ നല്ല ഫേമസ് ആണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം അത് മധുരമുള്ള കേക്ക്. പിന്നെ പപ്പായ്ക്കും മമ്മിക്കും മധുരം വെച്ചിട്ട് കുറച്ച്, നമ്മുടെ ഫ്രണ്ട് ലോറിയുടെ വൈഫ് ജെന്നി ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഒരു കേക്ക് മധുരം കുറച്ച്
ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ആൽഫിയയുടെയും ആൻഡ്രൂവിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ 2 പേരുടെയും കൂടെ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ 2 കേക്കുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ഫ്രണ്ട് ഷൈനി ചേച്ചി, ജോസഫ് ഏട്ടനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, വീഡിയോയ്ക്ക് അത്ര ജോസഫ് ഏട്ടൻ്റെ വൈഫ് ഷൈനി ചേച്ചി കഴിഞ്ഞ വർഷം കേക്ക് ഉണ്ടാക്കി തന്നത്. അതും നല്ല ഇതാണ്. ഇവിടെ കുറേ ഉണ്ടാക്കിയിൽ ഞങ്ങൾ 2-3 നല്ലതായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്ന കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഓരോരുത്തരെ പതിയെ പരിചയപ്പെടുത്താം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ, ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക. ആദ്യമായിട്ട് ചെയ്ത ഒരു കുക്കിംഗ് വീഡിയോ ആണ് അല്ലേപ്പാ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.